കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധിയെ തന്നെ പാർലമെന്റിൽ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ നേതാക്കന്മാരെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാനും നിൽക്കാനും ഉൾപ്പെടെയുള്ള മര്യാദകൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. DCC ഓഫീസ് ഉദ്ഘാടനത്തിന് നേതാക്കന്മാർ ഒക്കെ കൂടി ഫോട്ടോയുടെ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി തിരക്കി ബഹളം വെച്ചത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയ സമീപകാല വിഷയമാണ്. വലിയ അതൃപ്തിയാണ് അതിൽ ഹൈക്കമാൻഡ് രേഖപ്പെടുത്തിയത്. അച്ചടക്കവും മര്യാദയും പാലിച്ചുകൊണ്ട് കേരളത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണമെന്ന കടുത്ത നിർദ്ദേശമാണ് ഗുജറാത്തിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഉൾപ്പെടെയുള്ളവരൊക്കെ നേതാക്കന്മാരെ ഉപദേശിച്ചത്. എന്നാൽ ആ പറഞ്ഞത് കേട്ടുതീരും മുൻപ് നേതാക്കന്മാരൊക്കെ കൂടി ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് ഉന്തും തള്ളും ഉണ്ടാക്കി കോൺഗ്രസിന്റെ വില പിന്നെയും കളഞ്ഞു കുടിച്ചു. അതിനുശേഷം KPCCയിലും DCCയിലും ആകെ അഴിച്ചുപണി നടത്തണമെന്ന ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് DCC പ്രസിഡന്റിനെ മാറ്റി KPCC അധ്യക്ഷനായിരിക്കുന്ന K സുധാകരനെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചുവെങ്കിലും ഇതിനെതിരെയും നേതാക്കന്മാർക്കിടയിൽ മുറുമുറുപ്പും അന്തർധാരയിൽ ഉന്തും തള്ളും സജീവമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും അൻവറും കോൺഗ്രസിന് മറ്റൊരു കീറാമുട്ടിയായി. യുവ നേതാക്കന്മാരെ ഒക്കെ തഴഞ്ഞിട്ട് വയസ്സന്മാർക്ക് മാത്രം പരിഗണന കൊടുക്കുന്നു എന്നുള്ള മറ്റൊരു ആക്ഷേപം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ചീത്തപ്പേരുകളിൽ ഒന്നാണ്. കോൺഗ്രസിലെ അച്ചടക്കമില്ലായ്മ തന്നെയാണ് ഇത്രമാത്രം ആ പാർട്ടി അധപ്പതിക്കാനും ഒരു ശക്തമായ പ്രതിപക്ഷം പോലുമായി കേരളത്തിൽ നിലകൊള്ളാനും അവർക്ക് കഴിയാതെ പോയതിന്റെ പ്രധാന കാരണം. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിനകത്ത് തള്ളിക്കളയാൻ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ ചൊല്ലിക്കൊടുത്തിട്ട് ചെയ്തില്ല എങ്കിൽ തല്ലിക്കൊടുത്തു, എന്നിട്ടും കാര്യമില്ല. ഇനി തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആര് എവിടെ എങ്ങനെ ഇരിക്കണമെന്ന്. നേരത്തെ തന്നെ ഇനിയുള്ള കോൺഗ്രസിന്റെ പൊതുപരിപാടികളിലൊക്കെ ഓരോ നേതാക്കന്മാരുടെയും കസേരകളിൽ പേരെഴുതി പതിപ്പിക്കും എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. പരസ്പരമുള്ള ഉന്തും തള്ളും ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശമെന്നും അത് കർശനമായി നേതാക്കന്മാർ പാലിക്കണമെന്നും ഹൈക്കമാൻഡ് തന്നെ കേരളത്തിലെ നേതാക്കന്മാരെ അറിയിച്ചിരുന്നു. അങ്ങനെ ഒടുവിൽ അടിയില്ല, ഇടിയില്ല, തിക്കി തിരക്കില്ല. വേദിയിലെ കസേരയിൽ പേരു രേഖപ്പെടുത്തിയ നേതാക്കൾ എത്തുന്നത് വരെ അവ കാലി. DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കൂട്ടയിടിയിൽ ഉണ്ടായ ചീത്തപ്പേരു മായ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ പെരുമാറ്റച്ചട്ടം അക്ഷരം പ്രതി പാലിച്ചു. ഇന്നലെ DCCയിൽ നടന്ന കർഷക തൊഴിലാളി കോൺക്ലേവിൽ കസേരയിൽ പേരുണ്ടായിരുന്ന നേതാക്കൾ മാത്രമാണ് വേദിയിൽ കയറിയത്. DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ നേതാക്കൾ തിക്കിത്തിരക്കിയത് വിവാദമായതോടെ പൊതുപരിപാടികൾക്ക് KPCC പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചിരുന്നു. വേദിയിൽ ഉണ്ടാകേണ്ടവരുടെ പേര് കസേരകളിൽ പതിക്കണമെന്നും മറ്റാരും വേദിയിൽ വേണ്ടെന്നുമായിരുന്നു നിർദ്ദേശം. പെരുമാറ്റച്ചട്ടം അനുസരിച്ചുള്ള ആദ്യ പരിപാടിയായിരുന്നു ഇതെന്ന് ഉന്നത നേതാക്കൾ വ്യക്തമാക്കി. ഇന്നലത്തെ പരിപാടിയിൽ തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്കായിരുന്നു ഉദ്ഘാടകൻ. അദ്ദേഹവും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അടക്കമുള്ളവർ വേദിയിൽ എത്തുന്നതിന് മുൻപേ ആമുഖ പ്രസംഗം തുടങ്ങിയെങ്കിലും വേദിയിലെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു. പേരെഴുതി വെക്കാത്ത മറ്റു നേതാക്കളെല്ലാം സദസ്സിൽ ക്ഷമയോടെ ഇരുന്നു. ഇനി എഴുതിയ പേര് ഇളക്കി മാറ്റി ഒട്ടിക്കാൻ മുതിരാതിരുന്നാൽ മതി നേതാക്കന്മാർ.